ഹലോ, മടി പിടിച്ചിരിക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നൂൽ പൊറോട്ടയും ചിക്കൻ കറിയും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇനി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5 പച്ചമുളക് അരിഞ്ഞതും, 1 ടീസ്പൂൺ നാരങ്ങ നീരും, ഒരു വലിയ സവാള അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഉരുളിയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി കറി നന്നായി തിളച്ചു കൊടുക്കും. അപ്പോൾ ദേ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെള്ളം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ്റെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ചിക്കൻ മിക്സ് ചെയ്യുന്ന സമയത്ത് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കണമായിരുന്നു കേട്ടോ. അതാണ് ഈ ചിക്കൻ കറിക്ക് ശരിക്കും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാതിരുന്നതുകൊണ്ട് ഞാനിവിടെ 2-3 ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവയും 1 ടീസ്പൂൺ കടുകും ചേർത്ത് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി മൂപ്പിച്ച് 2-3 വറ്റൽമുളക് മുറിച്ച് ചേർത്ത് അതുകൂടി മൂപ്പിച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റിയെടുത്ത് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത അടിപൊളി കറി റെഡിയായിട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കപ്പിന് 4 കപ്പ് മൈദ അളന്നെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും മൈദ എടുത്ത കപ്പിൽ 1 കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു പാകത്തിനാട്ടോ നമുക്ക് നന്നായി ഇത് മിക്സായി കിട്ടേണ്ടത്. ഇനി ഈ മാവ് എടുത്ത് കുറേശ്ശെയായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് നിറയ്ക്കുക കേട്ടോ. ഒരു എണ്ണയുടെ ബോട്ടിലാണ് ഇത്. ആ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒരു ഹോളിട്ട് കൊടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബോട്ടിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ച് നമുക്ക് നൂൽ പൊറോട്ട ചുട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് മറിച്ചിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നൂൽ പൊറോട്ട ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ നൂൽ പൊറോട്ടയും ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. എക്സാക്റ്റ് നൂൽ പൊറോട്ടയാണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളിയാണ്.